ശ്രീ എം പി രാജേഷ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിന്നാമിനിങ്ങിൻ്റെ ആയുസ് പോലും ഇല്ലാത്ത പ്രസ്താവനകൾക്കും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾക്കും ഒന്നും ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് വിട്ടേരെ. ഞാൻ ചോദിച്ചോട്ടെ ശ്രീ ഹാഷ്മി, ഏത് മേഖലയിലാണ് പാലക്കാട് UDF ഭൂരിപക്ഷം ഇല്ലാത്തത്? പാലക്കാട് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി UDF വിജയിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ വിനയം ഉണ്ടാവുകയാണ്, ഞങ്ങൾക്ക് കൂടുതൽ എളിമ ഉണ്ടാകുകയാണ്. കാരണം വ്യക്തിപരമായി പറഞ്ഞാൽ എന്നെപ്പോലെ തുടക്കക്കാരന് പാലക്കാട് വലിയ അംഗീകാരം അവസരം തരികയാണ്. അപ്പോൾ എന്നെ അത് കൂടുതൽ വിനയാന്വതനാക്കി കൂടുതൽ ജനങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പം BJP സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വീട് കയറി വർഗീയത പറഞ്ഞ ഇടങ്ങളാണ് മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റിയിൽ UDF പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. BJP സ്ഥാനാർത്ഥി നേരിട്ട് പോയി സമരത്തിൽ പങ്കെടുത്ത സ്ഥലമാണ് മുനമ്പം. ആ മുനമ്പം പാലക്കാട് കൊണ്ടുവന്ന് കത്തിക്കാൻ നോക്കി. ആ മുനമ്പത്ത് കത്തുമോ എന്ന് നോക്കിയിരുന്ന ആ മേഖലയുണ്ടല്ലോ, ആ മേഖലയിലും UDF വലിയ ഭൂരിപക്ഷം. ഇനിയും CPM 2 പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് വർഗീയത ഇളക്കി വിടാൻ നോക്കിയല്ലോ, ആ മേഖലകളിലും വലിയ ഭൂരിപക്ഷം UDF. അങ്ങനെ ഈ BJPയും CPM മത്സരിച്ച് വർഗീയത പറഞ്ഞ മേഖലകളിലെല്ലാം UDF ഭൂരിപക്ഷം. അതായത് ഹിന്ദു ഭൂരിപക്ഷ മേഖല, ഇനി മതം പറയുന്നത് ശരിയല്ല, പാലക്കാടിൻ്റെ പൊതുവായിട്ടുള്ളൊരു വിധിയെ ഹിന്ദു ഭൂരിപക്ഷ മേഖല എടുത്തോ, ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖല എടുത്തോ, ഇസ്ലാം ഭൂരിപക്ഷ മേഖല എടുത്തോ, എല്ലാ ഭൂരിപക്ഷ മേഖലയിലും UDF സമഗ്രാധിപത്യം ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വർഗീയത കൊണ്ടൊക്കെയാണ് ജയിച്ചതെന്ന് അല്ല രാഹുൽ, ഈ ഖുറാനിൽ തൊട്ട് സത്യം ജയിച്ചു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മുൻ മന്ത്രി AK ബാലനാണ്, CPM പ്രധാനപ്പെട്ട നേതാവ് AK ബാലനാണ്. അങ്ങനെ ഉണ്ടായോ? ഖുറാനിൽ തൊട്ട് സത്യം ജയിച്ചു എന്നൊക്കെയാണ് AK ബാലൻ എന്ന് പറയുന്നത്. പിന്നെ അങ്ങൊരു പ്രാക്ടീസിങ് മുസ്ലിം ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അങ്ങയുടെ കുടുംബം നല്ല വിശ്വാസ കുടുംബമാണ്, എനിക്ക് നല്ല നേരിട്ടറിയുന്ന കുടുംബമാണല്ലോ. ഈ അങ്ങയുടെ കുടുംബത്തിൽ ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യുക എന്ന് പറയുന്നൊരു വ്യവസ്ഥയെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്റെ അറിവിലില്ല. വിശുദ്ധ ഖുറാനെ തൊട്ട് വിശുദ്ധ ഖുറാനെ തൊട്ട് സത്യം ചെയ്യുക, വിശുദ്ധ ഖുറാനെ തൊട്ട് സത്യം ചെയ്യുക എന്ന് പറയുന്ന വ്യവസ്ഥ ഒരു മുസ്ലിം കുടുംബത്തിലും ഞാനിതുവരെ കേട്ടിട്ടില്ല. ഞാൻ എത്രയോ കാലമായിട്ട് മുസ്ലിം സമൂഹം, എല്ലാ സമൂഹമായിട്ട് ഇടപെടുന്ന ഒരാളാണ്, മുസ്ലിം സമൂഹമായിട്ടൊക്കെ ഇടപെടുന്ന ഒരാളാണ്. ഞാനിതുവരെ കേട്ടിട്ടില്ല ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യിച്ചു. ഞാൻ പറഞ്ഞത് ഇവരിങ്ങനെ പറയട്ടെ ശ്രീ ഹാഷ്മി, എനിക്ക് പ്രയാസമില്ല. കാരണം പാലക്കാടിൻ്റെ പൊതുവായ ജനവിധിയെ വർഗീയമായ ധ്രുവീകരണമാണെന്ന് ഇവർ പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ 2026 തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ ആരംഭിച്ചു, എന്നെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനം ഇവരും ആരംഭിക്കുന്നതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ, അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഒരു പത്രത്തിൽ പരസ്യം കൊടുത്തല്ലോ, എന്നിട്ട് ആ മേഖലയിൽ എന്തായി? ആ മേഖലയിൽ വലിയ ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായില്ലേ? ഇനിയും ഇവർക്ക് വേണ്ടിയിട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് ഒരുമിച്ച് ഇവർ വർഗീയത പറയാൻ വേണ്ടിയിട്ട് പോയല്ലോ, ആ വീടുകളിൽ എന്തായി വോട്ട്? അവിടെ നമുക്ക് വലിയ ഭൂരിപക്ഷമല്ലേ? അതുകൊണ്ട് ഇവർ രണ്ടു കൂട്ടരും മത്സരിച്ച് വർഗീയത പറയട്ടെ. ഇപ്പം ഒരു കാര്യമുള്ളത്, ഇപ്പോൾ RSS വർഗീയത പറയുമ്പം എനിക്ക് ഇവരോടുള്ളൊരു അഭ്യർത്ഥന, ഇവർ കേൾക്കാനൊന്നും സാധ്യതയില്ല. ഇപ്പോൾ കേരളത്തിൽ CPM നയിച്ചുകൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ശ്രീ പിണറായി വിജയനും ശ്രീ MV ഗോവിന്ദനും, 2 പേർക്കും എൻ്റെ മൊത്തപ്രായത്തേക്കാൾ കൂടുതൽ രാഷ്ട്രീയ അനുഭവം, എൻ്റെ മൊത്തപ്രായത്തിൻ്റെ ഇരട്ടിയോളം വരും രാഷ്ട്രീയ അനുഭവം 2 പേരുടെയും. ആ 2 പേരോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന, നിങ്ങൾ ദയവ് ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു എന്ന് പറയും. അതല്ലാതെ വർഗീയത RSS ജയിക്കാൻ വേണ്ടിയിട്ട് ചർച്ചയിലേക്ക് ഇടുകയല്ല. പക്ഷേ ജയിക്ക് ആദ്യഘട്ടത്തിൽ പറയായിരുന്നു ഈ ഇലക്ഷനുടനീളം SDPI വോട്ട് വേണ്ട എന്ന് ധൈര്യമായി പറയാൻ UDF സ്ഥാനാർത്ഥിയോട് പലയാവർത്തി ചോദിച്ചു. UDF സ്ഥാനാർത്ഥി പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ബോധമാണെങ്കിൽ ആ വോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ സമീപിച്ചുകൂടായിരുന്നോ? ഞാനാണെങ്കിൽ വളരെ കൃത്യമായി എന്നോട്, അതായത് ഈ ചർച്ചയും ചോദ്യമൊക്കെ പിന്നീട് ഉണ്ടാകുന്നതല്ലേ, അങ്ങാണ് എന്നോട് ആദ്യം ചോദിച്ചത്, ഓർക്കുന്നുണ്ടെന്നറിയില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം, അന്നൊരു ചർച്ചയില്ലല്ലോ, വേറൊരു സ്ഥാനാർത്ഥി ഫീൽഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാനെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, വർഗീയമായി ചിന്തിക്കുന്ന ഒറ്റ മനുഷ്യൻ്റെ വോട്ട് എനിക്ക് വേണ്ട, എന്ന് പറഞ്ഞതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞതാണ്. പക്ഷേ SDPI വോട്ട് വേണമെന്ന് സ്പെസിഫിക് ആയ ചോദ്യത്തിന് മറുപടി ഇല്ലെന്നാണ് പറയുന്നത്. അല്ല, താങ്കൾ രാഹുൽ തന്റെ ചർച്ചയിൽ പറഞ്ഞതാണ്, ശരിയാണ്. പക്ഷേ SDPI വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിന് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം SDPI വർഗീയമല്ല എന്നുള്ളൊരു അഭിപ്രായം ഇവർക്കുണ്ടോ? ഇനി 2, ഞാൻ ഈ ചർച്ചയുടെ ഭാഗമാകുന്നില്ല, അത് ശ്രീ റോജി എം ജോൺ തന്നെ പറയും. ഈ SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് എന്നാ ഐത്തം തുടങ്ങിയത്? മുക്കം മുനിസിപ്പാലിറ്റി തൊട്ടു മുമ്പത്തെ, അതായത് ഇപ്പം നടന്നതിൻ്റെ തൊട്ടു മുമ്പത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് ഭരിച്ചത് CPM വെൽഫെയർ പാർട്ടിയും കൂടെ അല്ലേ? അന്ന് വെൽഫെയർ പാർട്ടി വിശുദ്ധ വെൽഫെയർ പാർട്ടിയാണ്. ഇനിയും ഇവിടെ ശ്രീ ജയിക്ക്, ഞാൻ ചർച്ചയിലേക്ക് കിടക്കുന്നില്ല, അത് ശ്രീ റോജി എം ജോൺ തന്നെ മറുപടി പറയും.
എനിക്ക് വേറെ 1-2 പരിപാടികളുണ്ട്. മറ്റൊരു ദിവസത്തെ ചർച്ചയിൽ വിശദമായിട്ട് സംസാരിക്കാം. കോട്ടാങ്ങൽ, ഇപ്പം നമുക്ക് ഇപ്പം ഇവിടെ ഇരിക്കുന്ന കോട്ടാങ്ങലിനെ പറ്റി, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയെ പറ്റി ആധികാരികമായി എനിക്കും അങ്ങേക്കുമുള്ള അറിവ് വേറെ ആർക്കും ഇല്ലല്ലോ. നമ്മൾ രണ്ടും പത്തനംതിട്ടക്കാരാണല്ലോ. അപ്പം പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒന്നിച്ചല്ലേ പ്രകടനം നടത്തി SDP-യും CPM-ഉം കൂടെ? ഇവിടെ ഇപ്പോൾ SDPI പ്രകടനം നടത്തിയെന്ന് പറയുന്നു. ഇപ്പോൾ SDPIയുടെ പ്രകടനം നടത്താൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. UDFിൻ്റെ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് അവർ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഒരു സംഘടന അവർ പ്രകടനം നടത്തുന്നതിന് അത് നിരോധിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് SP ആയിട്ടല്ല. അപ്പം SDPIയുടെ പ്രകടനം നിരോധിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് നിരോധിക്കേണ്ടുന്ന ഉത്തരവാദിത്തം പാലക്കാട് SPയുടെ ആഭ്യന്തര വകുപ്പിൻ്റേതാണ്. അതെൻ്റെ പണിയല്ല. എന്നെ ജനങ്ങളുടെ ജനപ്രതിയായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ പണി മാത്രമേ എനിക്ക് ചെയ്യാൻ ബാധ്യതയുള്ളൂ. അന്ന് ഒരുമിച്ച് പ്രകടനം നടത്തിയില്ലേ SDPIയും CPM-ഉം കൂടെ ചേർന്നിട്ട്? അപ്പം ഞാനതുകൊണ്ട് ആ രാഷ്ട്രീയത്തിലേക്കൊന്നും കിടക്കുന്നത്. ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇനിയും SDPI പിന്തുണയിൽ ജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണോ പാലക്കാട്? അങ്ങ് പറയൂ. പാലക്കാടിൻ്റെ മുനിസിപ്പാലിറ്റിയിൽ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിന് UDFിന് ലീഡ് വരിക എങ്ങനെയുണ്ടാവുക? അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, BJPക്ക് വോട്ട് കുറഞ്ഞതിന് ഇങ്ങനെ കരയാതെ. BJP കരയുന്നത് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളെന്തിനാ ഇങ്ങനെ കരയുന്നത്? BJP, എൻ്റെ ആഗ്രഹം നിങ്ങൾ BJPയോടൊപ്പം ചേർന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതെത്താൻ കഴിയുമായിരുന്നു. നിങ്ങൾ BJPക്കൊപ്പം ചേർന്ന് നിങ്ങൾ ഒന്നിച്ച് നിങ്ങളുടെ ശബ്ദം ഒരേപോലെ ഇരുന്നത് കൊണ്ടാണ് നിങ്ങൾ മൂന്നാമത് പോകുന്ന സാഹചര്യം ഉണ്ടായത് വീണ്ടും.